ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് കുക്കറിൽ എങ്ങനെയാണ് മധുഹൂത്ത് ഉണ്ടാക്കാൻ നോക്കിയാലോ. അടിപൊളി ടേസ്റ്റിലൊരു കിഡിലൻ അറബിക് റൈസ് ആണ് കേട്ടോ. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഞാനിത് ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഐറ്റംസാണ് വേണ്ടത്. ഞാനിവിടെ ഒരു വലിയ ഉള്ളി നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരു ക്യാപ്സിക്കം, 4 തക്കാളി, 4 പച്ചമുളക്. വലിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ 3 എടുത്താൽ മതി. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ആയതുകൊണ്ട് 4 തക്കാളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് സ്പൈസസ് വേണം. അതിനായിട്ട് ഏലക്കായ, കറുവപ്പട്ട, കറാമ്പൂ, ഉണക്ക നാരങ്ങ, ബേ ലീഫ്. പിന്നെ ഇതിലേക്ക് 2 ടൈപ്പ് ജീരകം കൂടെ വേണം, വലിയ ജീരകവും ചെറിയ ജീരകവും. ഞാനിവിടെ 1 കിലോ ചിക്കൻ വെച്ചിട്ട് ചെയ്യുന്നതിൻ്റെതാണ് കേട്ടോ പറയുന്നത്. ഇതിൻ്റെ എല്ലാ അളവും കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ നൈസായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളി വഴറ്റുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക, നമുക്കൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കണം. അധികം കരിഞ്ഞു പോകാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ്ലി മാറിപ്പോവും. അങ്ങനെ ഉള്ളി വഴണ്ട് വരുന്ന ടൈം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ അരച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറെടുത്ത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കുക. പിന്നെ ഈ ടൈം കൊണ്ട് നമ്മൾ ഉള്ളി ശ്രദ്ധിക്കാതെ ഇരിക്കരുത്, അത് കരിഞ്ഞു പോയാൽ പണി കംപ്ലീറ്റ് പാളിപ്പോവും. അതുകൊണ്ട് ഉള്ളി നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്ത് ഒരു ബ്രൗൺ കളർ വരെ ആക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്പൈസസ് ആയിട്ട് ഇവിടെ ഏലക്കായ, കറുവപ്പട്ട, കറാമ്പൂ, ബേ ലീഫ്, ഉണക്ക നാരങ്ങ. ഇതിലേക്ക് നമ്മൾ വലിയ ജീരകവും ചെറിയ ജീരകവും ഒരു പീസ് മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ ബ്രൗൺ കളറായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു വലിയ ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളിയും ക്യാപ്സിക്കൊക്കെ നന്നായിട്ട് കളർ മാറി വരുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സ്പൈസസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ അടച്ചു വെച്ചിട്ടുള്ള തക്കാളി, പച്ചമുളക് ആ ഒരു മിക്സില്ലേ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഈ കുക്കറിലൊക്കെ ഉണ്ടാക്കുന്ന റൈസൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം ഒരുപാട് സാധനങ്ങൾ ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് സാധനങ്ങൾ അരിയാനോ അല്ലെങ്കിൽ ഒരുപാട് പാത്രങ്ങൾ കഴുകാനോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു കുക്കർ ഉണ്ടായാൽ നമുക്കിതെല്ലാം ഈസി ആയിട്ട് അടിപൊളി ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്യണം. ഞാനവിടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയും ഐറ്റംസാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനിതിൽ ചേർക്കുന്ന മല്ലിപ്പൊടി ഇവിടെ വീട്ടിലുമ്മ കുറേ സ്പൈസസും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ട് പൊടിപ്പിച്ചെടുക്കുന്ന ഒരു മല്ലിപ്പൊടി ആട്ടോ. അതുകൊണ്ടാണ് അതിൻ്റെ കളർ അങ്ങനെ വന്നിട്ട്. നിങ്ങളുടെ കയ്യിൽ നോർമൽ മല്ലിപ്പൊടി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അറബിക് മസാല കയ്യിലുണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി മസാലകളൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ചിക്കൻ കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസാക്കിയിട്ടും ചെയ്യാം. അതും അല്ലെങ്കിൽ വലിയൊരു ഫുൾ ചിക്കൻ തന്നെ അങ്ങനെ ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അരിക്ക് ആവശ്യമുള്ള വെള്ളം കണക്കാക്കി ഒഴിച്ചു കൊടുത്തിട്ട് കുക്കറിൽ ഒരു വിസിലൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിലർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും, ഒറ്റ വിസിലിൽ ചിക്കൻ വെന്ത് കിട്ടുമെന്നൊക്കെ. അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ അളവ് തെറ്റിപ്പോവാതെ നല്ലോണം ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് റൈസൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് കിട്ടുള്ളൂ. അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു ബൗൾ ഫുള്ളും റൈസ് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ബൗളും അതിൻ്റെ പകുതിയുമാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്യേണ്ടത്. പിന്നെ ഞാനിവിടെ അരി നന്നായിട്ട് കഴുകിയിട്ട് 1 മണിക്കൂർ മുന്നേ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ നമ്മൾ ഒരു വിസിലിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് എയർ പോയതിൻ്റെ ശേഷം മാത്രം ഓപ്പൺ ചെയ്തിട്ട് ഇനി അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള അരിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ലെമൺ ഹാഫ് ആക്കിയിട്ട് അതൊന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 4 പച്ചമുളകും കൂടെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് മൂടി വെച്ച് ഒരൊറ്റ വിസിലിൽ കുക്ക് ചെയ്തെടുക്കാം. ചിലർക്ക് ഇതേപോലെയുള്ള റൈസ് വെക്കുമ്പോൾ ഭയങ്കര പേടിയാണ്, അരിയുടെ വേവ് കൂടി പോകുമെന്നോ അല്ലെങ്കിൽ അത് കുറഞ്ഞു പോകുമെന്നൊക്കെ ഭയങ്കര ടെൻഷനായിരിക്കും. പക്ഷേ നിങ്ങൾ ഈ ഒരു റെസിപ്പി ഇതേപോലെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ വിസിൽ വന്നതിന് ശേഷം കംപ്ലീറ്റ് എയർ പോയതിൻ്റെ ശേഷം മാത്രം നിങ്ങൾ കുക്കർ ഓപ്പൺ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്ത ചിക്കൻ മധുഹൂത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുക്കർ തുറന്ന സമയത്ത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഇതിങ്ങനെ കാണാനായിട്ട്. ഇനി ഇതൊരു വലിയ പാനിലേക്കോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്കോ മാറ്റി കൊടുത്ത്
നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. ചിക്കൻ്റെയും നമ്മൾ ആഡ് ചെയ്ത സ്പൈസസിൻ്റെയും ഒക്കെ നല്ല സ്മെല്ലുണ്ടായിരുന്നു. നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് സൈഡിലൊരു മയോണൈസ് ഒക്കെ നിർബന്ധമാണല്ലോ. പക്ഷേ ഈ ഒരു മധുഹൂത്തിൻ്റെ കൂടെ അങ്ങനെ ഒരു സൈഡ് ഡിഷിൻ്റെ നമുക്ക് ആവശ്യമില്ല. കാരണം ഈ റൈസിന് തന്നെ നല്ല ഫ്ലേവറാണ് കഴിക്കാനായിട്ട്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര അടിപൊളിയാണെന്നുള്ളത്. ചിക്കനൊക്കെ നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ആയിട്ടുണ്ട്. ഇനി നിങ്ങളെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ മസ്റ്റ് ട്രൈ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കിടിലൻ റൈസിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾക്കിത് ബീഫ് വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റിൽ പറയാം. താങ്ക്